ഒന്ന് ഓർത്തു നോക്കൂ, ഒരു ലോകം, അവിടെ നഗരങ്ങളില്ല, ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളില്ല, മനുഷ്യന്റെ കാൽപ്പാടുകളില്ല, പ്രകൃതി മാത്രം തഴച്ചു വളരുന്ന, സ്പർശിക്കപ്പെടാത്ത, ശല്യപ്പെടുത്താത്ത ഒരു ഗ്രഹം. മനുഷ്യർ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമി എങ്ങനെയിരിക്കും? ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിനും എത്രയോ അധികം രസകരമാണ്. ഈ ലോക ചരിത്രത്തിൽ മനുഷ്യരില്ലായിരുന്നുവെങ്കിൽ ലോകം പ്രകൃതി ഭരിക്കുന്ന ഒരു പരദേശിയായിരിക്കും. കാടുകൾ അനന്തമായി വ്യാപിച്ചു കിടക്കും, നദികൾ തടസ്സമില്ലാതെ ഒഴുകും, വിചിത്രമായ പക്ഷികൾ ആകാശത്ത് നിറയും. മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രം നിലനിൽക്കുന്ന തികഞ്ഞ ഐക്യത്തിലായിരിക്കും ഭൂമി. ഡീഫോറസ്റ്റേഷൻ ഉണ്ടായിരിക്കില്ല. വമ്പിച്ച വനങ്ങൾ ഇപ്പോഴും ഭൂമിയുടെ ഭൂരിഭാഗവും പച്ചപ്പ് നിലനിർത്തും. മഴക്കാടുകൾ ചുരുങ്ങില്ല, അവ വികസിക്കും. ആമസോൺ കാടുകൾ നാശത്തെ നേരിടുന്നു എന്നതിനു പകരം മനുഷ്യപ്രവർത്തനം കാരണം വംശനാശം സംഭവിച്ചേക്കാവുന്ന ജീവികളുടെ ആവാസ സ്ഥലമായി മാറും. വിശാലവും സമൃദ്ധവുമായ ഒരു പരദേശിയായിരിക്കും ആമസോൺ കാടുകൾ. സമുദ്രങ്ങൾ സ്ഫടികം പോലെ തെളിഞ്ഞതും സമുദ്ര ജീവികൾ നിറഞ്ഞതുമാകും. രാത്രി ആകാശം എത്ര ഇരുണ്ടാലും മലിനീകരണം ഇല്ലാത്തത് മൂലം പ്രപഞ്ചത്തിലെ ഓരോ നക്ഷത്രവും ശോഭയോടെ തിളങ്ങും. ഇനി മൃഗങ്ങളെ കുറിച്ച് സംസാരിക്കാം. മനുഷ്യരില്ലെങ്കിൽ വേട്ടയാടൽ അല്ലെങ്കിൽ ആവാസ സ്ഥലം നശിപ്പിക്കൽ കാരണം ഉണ്ടാകുന്ന വംശനാശങ്ങൾ ഉണ്ടാകില്ല. ഭൂമിയിൽ ഒരുപക്ഷെ ഭീമാകരമായ ജീവികൾ ഉണ്ടായേക്കാം. സൈബർ ടൂത്ത് പൂച്ചകൾ ഇരയെ വേട്ടയാടുന്നതും മാമത്തുകൾ സഞ്ചരിക്കുന്നതും പുരാതന വനങ്ങളിൽ ഭീമാകരമായ നീല സ്ലോത്തുകൾ കലന്ന് നടക്കുന്ന കാഴ്ചകൾ ഉണ്ടായേനെ. വിശാലമായി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ യാഥാർത്ഥ്യ ജീവിതത്തിൽ ഒരു ജുറാസിക് പാർക്ക് കാണുന്നതായി സങ്കല്പിക്കുക. എന്നാൽ ദിനോസറുകൾ ഇല്ലാതെ ആനകൾ കൂടുതൽ വലിയ ഇനങ്ങളായി പരിണമിച്ചേക്കാം. ചെന്നായകളും വലിയ പൂച്ചകളും മുൻനിര വേട്ടക്കാരെന്ന നിലയിൽ ആധിപത്യം സ്ഥാപിച്ചേക്കാം. ഒരുപക്ഷെ ആഴമേറിയ കടലുകളിൽ മനുഷ്യ സ്വാധീനമില്ലാതെ മനുഷ്യനേത്രങ്ങൾ കാണാത്ത ജീവികൾ അസാധാരണമായ രൂപങ്ങളിലേക്ക് പരിണമിച്ചേക്കാം. ഇപ്പോൾ സമുദ്രത്തിലേക്ക് കടക്കാം. മനുഷ്യ മലിനീകരണമില്ലാത്തത് കൊണ്ട് കടലുകൾ നാം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ജീവനുള്ളതായിരിക്കും. പവിഴപ്പൊറ്റുകൾ മരിക്കുന്നതിനു പകരം വർണ്ണാഭമായ നിറങ്ങളിൽ തിളങ്ങി മൈലുകളോളം വ്യാപിച്ചു കിടക്കും. തിമിംഗലങ്ങൾ, സ്രാവുകൾ, പുരാതന കടൽ ജീവികൾ വംശനാശത്തെ ഭയക്കാതെ തഴച്ചു വളരും. ഇന്നും ഒരുപാട് പരിവേഷണം ചെയ്യാത്ത ആഴക്കടലുകൾ, ആരും രേഖപ്പെടുത്താത്ത ഭീമാകരമായ ജീവികളുടെ ആവാസ സ്ഥലമായിരിക്കും. തിരമാലകൾ അലയടിക്കുന്ന ശബ്ദങ്ങൾ, ഡോൾഫിനുകൾ ഇടപെടുന്ന ശബ്ദങ്ങൾ, ആഴക്കടൽ ജീവികളുടെ നിഗൂഢമായ വിളികൾ മാത്രമേ സമുദ്രത്തിന്റെ നിശബ്ദതയെ തടസ്സപ്പെടുത്തുകയുള്ളൂ. മനുഷ്യർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു ജീവി ഒരു ബുദ്ധിമാനായി പരിണമിച്ചേക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഉയർന്ന ബുദ്ധിയുള്ള ഡോൾഫിനുകൾ കടലിന്റെ അടിയിൽ സങ്കീർണമായ സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്തേക്കാം. അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടായ പക്ഷികളിലൊന്നായ കാക്കകൾ അവയുടെ വിപുലമായ പ്രശ്നപരിഹാര ശേഷികൾ ഉപയോഗിച്ച് ആകാശത്തെ ഭരിക്കുന്ന ഒരു പക്ഷി സാമ്രാജ്യം നിർമ്മിച്ചേക്കാം. അതുമല്ലെങ്കിൽ ഭൂമി എന്നും ഒരു സമനിലയിലുള്ള അവസ്ഥയിൽ തുടരും. ബുദ്ധിയേക്കാൾ സഹജീവബോധം ഭരിക്കുന്ന ഒരു ലോകം, ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ജീവിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരു ലോകം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ നിഗൂഢമാകുന്നത്. മനുഷ്യരില്ലാതെ ആകാശത്തെ ഉൽക്കകളെ ആര് നിരീക്ഷിക്കും? ആര് അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് പഠിക്കും? അല്ലെങ്കിൽ ആര് ദുരന്തങ്ങൾ പ്രവചിക്കും? ഭൂമി മുൻപ് എണ്ണമറ്റ വംശനാശ സംഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇടപെടാൻ ഒരു ഇനവുമില്ലാതെ ഒരു വലിയ ഉൽക്ക അല്ലെങ്കിൽ മഹാ അഗ്നിപർവ്വതം ഒറ്റ നിമിഷം കൊണ്ട് ജീവൻ ഇല്ലാതാക്കാൻ കഴിയും. പരിണാമ ഘടികാരം വീണ്ടും പുനഃക്രമീകരിക്കും. എന്നാൽ അതേസമയം മനുഷ്യനില്ലാതെ ഭൂമി അനന്തമായ ജീവിത ചക്രങ്ങളുടെ ഒരു പരിധിയായിരിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി തികച്ചും സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥ.